ഗണപതയേ നമഃ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ ഭാഗവത പുരാണ സംഗ്രഹം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സമരേ കാശി നൃപന്തന്നോട് വധിച്ചതും വീരനാം ദുദിക്ഷണൻ തന്നെ ആഭിചാരം പാരാതെ വാരാണസി ചക്രത്താൽ ദഹിച്ചതും രാമനും വിവിധനെ വധിച്ച വൃത്താന്തവും സാമ്പന്റെ വിഭാഗത്തിൽ ഹസ്തിനചലനവും നാരദൻ ഭഗവാന്റെ മായയെ ദർശിച്ചതും നരവീരന്മാർ ദൂതവാക്യവും ശ്രീനാരദൻ വന്നതും മന്ത്രങ്ങളും രാജസൂയാതിക്രമം എന്നതിനായി ജരാസന്ധനെ കൊല്ലിച്ചതും രാജസൂയവും അഗ്രപൂജയും ശിശുപാല രാജനിഗ്രഹം അപഭൃതമംഗല സ്നാനം ദുര്യോധനാഭ്രാന്തി സാലനെ വധിച്ചതും ശൂരനാം ദന്തവക്ത്രവധവും വിഡൂരഥവധവും മുസലിയാൽ വൽക്കലവധമതും അധുനാ ഭീമദുര്യോധനന്മാരണത്തിന്റെ വിഘ്നത്തെ ചെയ്യുവാനാരംഭിച്ചതു സാധ്യമല്ലെന്നത്രയും വേഗം രാമൻ ദ്വാരകപുക്കവാറും കുചേലാനുഗ്രഹവും സൂര്യോപരാഗത്തിങ്കൽ വിശദസ്ഥിത പഞ്ചതീർത്ഥത്തിൻ ചരിതവും പിന്നെ ദ്വാരക തന്നിൽ ചെന്നതും വസുദേവർ തന്നെ കൃഷ്ണസ്തുതി ഷൽഗർഭാനയനവും മാധവൻ ഭാര്യമാരുമായുള്ള കളികളും മധുവാണികൾ തന്റെ പ്രണയവാക്യങ്ങളും യാദവകുലത്തിന്റെ വിസ്താരം മഹത്വവും ഏവമെല്ലാമേ സംക്ഷേപിച്ചിതു ദശമത്തിൽ. ചൊല്ലുവനേകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും ചൊല്ലിയതിന് മുമ്പ് വൈരാഗ്യഹേതുവായി യാദവകുലത്തിന്റെ നാശകേതുക്കൾ പിന്നെ ആദരവോടു വസുദേവ നാരദവാക്യം അതിങ്കിൽ നവചോദ്യം നവയോഗികൾ വൃത്തം അതിനുത്തരം നവയോഗികൾ ചൊന്നവാറും. പിന്നേത് ബ്രഹ്മാവാദി ദേവകൾ സ്തുതിച്ചതും നന്ദനന്ദനൻ കൃഷ്ണൻ അവരോടുരച്ചതും പിന്നേത് ഭഗവാനുമൊത്തവർ താനുമായി ഒന്നൊന്നേ ചോദ്യോത്തരപരമുദ്ധവനും ഭഗവൽ പദം ഗോപി ഭഗവതാജ്ഞയാലേ ഭഗവൽ ഭക്ത്യാപദരാശ്രമം പൊക്കു പിന്നെ സ്വസ്ഥനായി തപം ചെയ്തു മുക്തിയെ ലഭിച്ചതും സ്വസ്ഥനല്ലാതെ വന്ന മാധവൻ ദുർലക്ഷണേ
രാമനും യദുക്കളും ദുർനിമിത്തങ്ങൾ പോക്കാൻ കാമതൻ കൃഷ്ണൻ താനുമായിട്ടു പ്രഭാസമാം തീർത്ഥത്തെ പ്രാപിച്ചതും ബ്രാഹ്മണ ശാപത്തിനാൽ തീർത്ഥഭൂതലെ തമ്മിൽ കലകം പ്രാപിച്ചതും യാദവന്മാരാമവർ മരിച്ചുപോയ ശേഷം രാമനും ദേഹത്യാഗം ചെയ്തതും ജഗൽപതി മാധവൻ സമാധിസ്ഥനായിരുന്നതും പിന്നെ വേദാവാദികൾ വന്നു വാഴ്ത്തിയ വൃത്താന്തവും ദാരുകനോട് ദോരാപുരിയിൽ വൃത്താന്തങ്ങൾ നേരെ പോയി അറിയിപ്പാൻ അയച്ച വൃത്താന്തവും കേവലം സ്വയം പ്രകാശത്തിങ്കൽ ചേർന്നവാറും ദേവാദിജനം തത്തൽസ്ഥാനം മോദേന ബുക്കാർ ദ്വാരകാവാസിജനം വേഗേന പുറപ്പെട്ടു പോരതിൽ മരിച്ചവർ തമ്മയൊക്കെ കണ്ടു നാരികൾ ഭർത്താക്കളെ സ്മരിച്ചു അഗ്നി തന്നിൽ നാരികൾ ഭർത്താക്കളെ സ്മരിച്ചു അഗ്നി തന്നിൽ പാരാതെ ചാടിക്കൂടി സ്വർഗത്തെ പുക്കവാറും ദ്വാരക സമുദ്രത്തിൽ മഗ്നമായി കണ്ടു പാരാതെ ഫൽഗുനന്താൻ വജ്രനും ഒരുമിച്ച് ശേഷിച്ച ജനത്തോട് മധുരയ്ക്കധിപനായി വാഴിച്ചു വജ്രൻ തന്നെ ഹസ്തിനം ബുക്കു പിന്നെ ധർമ്മജനോട് കഥയെപ്പേരുമറിയിച്ചു നിർമ്മലന്മാരാമവർ സ്ത്രീ പരീക്ഷത്തിനായി രാജ്യവും സമർപ്പിച്ചു പത്നി പാഞ്ചാലിയുമായി ത്യാജ്യവും ചെയ്തു സർവമുത്തര ദിശി പോയ സ്വർഗത്തെ പ്രാപിച്ചതങ്ങെന്നെല്ലാം ഏകാദശേ ഭാർഗവാകുലമുനി പൊങ്കവാധരിച്ചാലും ദ്വാദശസ്കന്ധം കൊണ്ടിട്ടാശ്രയം ചൊല്ലിയിടുന്നു വേദസിദ്ധാന്തമെല്ലാം മുക്തിയെ വരുത്തുവാൻ എന്നതും മോക്ഷധർമ്മ വ്യാപാരം ചെയ്തു പോന്ന മന്നവന്മാർ നമ്മുടെ മഹത്വം സാധിപ്പാനായി ചൊല്ലിയേ കലിയുഗരാജാക്കന്മാരെയെല്ലാം വല്ലായ്മയാകും കലിധർമ്മവും ചൊല്ലി പിന്നെ യുഗത്തിൻ കണക്കുകൾ പ്രളയക്രമങ്ങളും ഭഗവത് ഭക്തൻ നൃപൻ തനിക്ക് ശുഗമുനി നന്നായിട്ടുപദേശ സാരവും അരുൾ ചെയ്തു നന്ദിച്ചു പോയി നൃപൻ തക്ഷകേതു കൊണ്ട് മുക്തനായി വന്നിതെന്നും പിന്നെയും വേദക്രമ വ്യക്തികൾ ശിഷ്യക്രമമുത്തമ പുരാണങ്ങൾ തന്നെ ക്രമങ്ങളും മാർക്കണ്ഡേയന്റെ വൃത്തം തന്മഹിമാനം ഭഗവാനുടെ സ്ഥൂലവൃത്തം ആദിത്യന്മാർ തൻ വ്യൂഹമേപമെല്ലാമേ ഇപ്പോൾ വേദിപ്പാൻ സംക്ഷേപമാം ചരിതം ചൊല്ലിടിനേ. നമസ്തേ. അടുത്ത ഭാഗം ദ്വാദശസ്കന്ധത്തിൽ നാനാ പുരാണ സംഖ്യാ വിവരണം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.